ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 23-ാമത്തെ ദശകം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 23, ദക്ഷചരിതവും ചിത്രകേതൂപാഖ്യാനവും. ശ്ലോകങ്ങൾ 1ഉം 2ഉം പഠിക്കാം. ശ്ലോകം 1. പ്രാചേതസസ്തു ഭഗവന്നപരോ ഹി ദക്ഷസ്ത്വത്സേവനം വ്യഥിതസർഗവിവൃദ്ധികാമ ആവിർബഭൂവിഥ തദാ ലസദഷ്ടബാഹുസ്തസ്മൈ വരം ദദിഥ താം ച വധൂമസിഗ്നീം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. പ്രാചേതസ തു ചേർത്തിട്ട് പ്രാചേതസസ്തു ഭഗവൻ അപരോ, ഭഗവൻ അപരോ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ന എന്നുള്ളതും ഹി ദക്ഷസ്ത്വത്സേവനം, ദക്ഷ അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ത്വത്സേവനം എന്ന് മതി. സേ എന്നുള്ളത് താസാന്ന് ചേർത്ത് ചൊല്ലണം. സേവനം, ത്വത്സേവനം. വ്യഥിത, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സർഗവിവൃദ്ധി കാമ, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. സർഗ ഗ എന്നുള്ളത് ഡബിളായിട്ടുണ്ട്, അപ്പം മെല്ലെ ഊന്നി പറയണം. വിവൃദ്ധി ദ ഥാന്ന് ചേർന്നതാണ്, അപ്പോൾ അത് നന്നായിട്ട് ഊന്നി പറയണം. കാമ അവിടെ വിസർഗം. ആവിർബഭൂവിധ, ആവിർബഭൂവിധ, ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിൻ്റെ, ഭൂ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ബഭൂവിധ, ഥ എന്നുള്ളത് കഥ എന്നൊക്കെ ഉള്ളതിലത്തെ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. തത് ആ ലസദഷ്ടബാഹുസ്തസ്മൈ, ലസദഷ്ടബാഹു അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ തസ്മൈ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സാന്നും കൂടി വരും. തസ്മൈ വരം ദദിഥ, ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്, മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദദിഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. താം ച, താഞ്ച, ഞ ച എന്നാണ്. വധൂം അസിഗ്നീം, വധൂമസിഗ്നീം, ധൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഇവിടെ അസിഗ്നി എന്നുള്ളത് ഒരാളുടെ പേരാണ്. ദക്ഷൻ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള ദക്ഷനല്ല, പ്രചേതസ്സുകളുടെ പുത്രനായിട്ടുള്ള ദക്ഷനാണ് ഈ ശ്ലോകത്തിൽ. ദക്ഷൻ്റെ ഭാര്യയുടെ പേരാണ് അസിഗ്നി. അസിഗ്നീം, വധൂമസിഗ്നീം എന്ന് അങ്ങനെ നിർത്തിയാൽ മതി. പ്രാചേതസസ്തു ഭഗവന്നപരോ ഹി ദക്ഷസ്ത്വത്സേവനം വ്യഥിതസർഗവിവൃദ്ധികാമ ആവിർബഭൂവിഥ തദാ ലസദഷ്ടബാഹുസ്തസ്മൈ വരം ദദിഥ താം ച വധൂമസിഗ്നീം. അടുത്തത് 2ാമത്തെ ശ്ലോകം. തസ്യാത്മജാസ്ത്വയുതമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ നൈകത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമേവ മേനേ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. തസ്യ ആത്മജാ തു അയുധം ഈശ, ചേർത്ത് ചൊല്ലുമ്പോൾ തസ്യാത്മജാസ്ത്വയുധമീശ, മീശ നല്ല പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. അയുധം ഈശ എന്നാണ്, അപ്പോൾ അത് ചേർത്തെഴുതുമ്പോൾ മീശ എന്നാവും. പുനഃസഹസ്രം, പുനഃസഹസ്രം ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ശ്രീനാരദസ്യ വചസ തവ മാർഗം ആപു, ചേർത്ത് ചൊല്ലുമ്പോൾ മാർഗമാപു, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. നൈകത്ര വാസം ഋഷയേ, ചേർത്ത് ചൊല്ലുമ്പോൾ നൈകത്ര വാസം ഋഷയേ സ മുമോച ശാപം ഭക്തോത്തമ സ്തു ഋഷിർ അനുഗ്രഹം ഏവ മേനേ, ചേർത്ത് ചൊല്ലുമ്പോൾ ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമേവ മേനേ, അങ്ങനെ നിർത്തിയാൽ മതി. തസ്യാത്മജാസ്ത്വയുതമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ
നൈകത്ര വാസമൃഷയേ സമുമോച ശാപം ഭക്തോത്തമസ്തൃഷിരനുഗ്രഹമേവ മേനേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.